ഏറ്റെടുത്ത വേഷം ആടിത്തീർത്ത് ഓരോരുത്തരായി രംഗം വിടുന്നു. അമ്മ, അച്ഛൻ, ജെയിംസ്, പിന്നെ ഇപ്പോഴിതാ മാഷ്. മനസ്സ് വേദനിക്കുമ്പോഴെല്ലാം ഓടിച്ചെല്ലാൻ, ആശ്വാസം നേടാൻ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം, അതും നഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അരുന്ധതിയുടെ ഫീലിങ്സ്. തയ്യാറുണ്ടോ ഒരു നടുക്കത്തിന്? ഉണ്ണി വീണ്ടും വിവാഹിതനാവുന്നു. വധു മുല്ലയ്ക്കലെ അമ്മു, അമ്മുക്കുട്ടി എന്ന അരുന്ധതി. ഇങ്ങനെയൊന്ന് കേൾക്കാൻ കാതോർത്ത് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റാർക്കും കടക്കാനാവാത്ത വിധം മനസ്സിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ഒരു കിളിവാതിൽ ഉണ്ണിക്കായി മാത്രം തുറന്നിട്ട് കാത്തിരുന്ന കാലം. എല്ലാം നഷ്ടപ്പെട്ടു. യു ആർ ലേറ്റ് ഉണ്ണി, ടു ലേറ്റ്. ഇന്നത്തെ അരുന്ധതിയെപ്പറ്റി ഉണ്ണിക്കൊന്നും അറിയില്ല. മുല്ലയ്ക്കൽ അമ്മുക്കുട്ടി ഇന്ന് നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയാണ്. എ റെപ്യൂട്ടഡ് വൺ. ചീപ്പ് സിമ്പതിക്കോ നടുക്കത്തിനു വേണ്ടി പറഞ്ഞതല്ല, ഒരു സത്യം. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ പലതും ഞാൻ കണ്ടു. അധികം ആരും കാണാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത ലോകം. പലരുമായി പങ്കിട്ട ദിനരാത്രങ്ങൾ. ഒടുവിൽ ജെയിംസിനെ പരിചയപ്പെട്ടു. പലരിൽ ഒരാളായി കടന്നു വന്ന ആരൊക്കെയോ ആയി തീർന്ന ജെയിംസ്. മനസ്സിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ കുറിച്ചിട്ടൊരു അധ്യായം. തോന്നിയിട്ടില്ല ഇടയ്ക്കെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണർ, അങ്ങനെ ഒരു ആശയം? ഒരുപാട് കേട്ട ചോദ്യം, ഒരേ ഒരു ഉത്തരം. എനിക്ക് ഈ പാർട്ട്ണർഷിപ്പ് പരിപാടിയിൽ യാതൊരു വിശ്വാസവും. കാരണമുണ്ട്. ഞാൻ കൂട്ടുചേർന്ന് ഒരുപാട് ബിസിനസ് ചെയ്തു, എല്ലാം പൊളിഞ്ഞു പാളീസായി. അന്ന് നിശ്ചയിച്ചു ലൈഫിലും പാർട്ട്ണർഷിപ്പ് വേണ്ട. വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പായി കാണാമോ? സംശയം എന്ത്? വിവാഹത്തിനും ഉണ്ടല്ലോ ഒരു സൈലന്റ് എഗ്രിമെന്റ്. താലി കെട്ടും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. പോകെ പോകെയല്ലേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പൊന്തി വരുന്നത്. 5 മണിക്ക് വീട്ടിലെത്തണം. ഇന്നെന്തിനാ ഇത്രയും കുടിച്ചത്? നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല. എനിക്ക് ഈ എഗ്രിമെന്റ് പറ്റില്ലടോ. ജീവിച്ചിരിക്കുമ്പോ കാഴ്ച ബംഗ്ലാവിലും മരിച്ചു കഴിഞ്ഞ മ്യൂസിയത്തിലും പ്രദർശിപ്പിക്കേണ്ട. എന്താണ് വിളിക്കണ്ടേ? പെട്ടെന്നൊരു ഓമന പേര് മനസ്സിൽ വരുന്നില്ലെങ്കിൽ എനിക്കൊരു സജഷൻ ഉണ്ട്. വിളിച്ചോളൂ, ജന്തു.